ഈ വീഡിയോയിൽ സമഗ്രമായിട്ടുള്ള കുറെ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ്. അതിനകത്ത് അമേരിക്ക ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഇറാൻ ഉൾപ്പെടുന്നുണ്ട്, മിഡിൽ ഈസ്റ്റും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ അമേരിക്കയുടെ MQ-9 എന്ന് പറഞ്ഞ ഒരു ഡ്രോൺ, ആ ഡ്രോണിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിരിക്കുകയാണ്. ആരാണ്? ഹൂത്തികളാണ് വീഴ്ത്തിയിരിക്കുന്നത്. ഹുദൈബ എന്ന് പറഞ്ഞ ആ ഒരു പോർട്ടിനെ ലക്ഷ്യമാക്കി പോയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് പെന്റഗൺ ഇത് ശരിക്കും ഇത് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സിഗ്നൽ കിട്ടുന്നില്ല എന്നുള്ള നിലയിൽ ഒരു വാർത്തയും കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പെന്റഗൺ. അപ്പൊ പെന്റഗൺ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രോൺ, അമേരിക്കയുടെ ഡ്രോൺ ഹൂത്തികൾ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരോലിന ലെവിറ്റ്, ഈ കാരോലിന ലെവിറ്റ് എന്ന് പറയുന്നത് ട്രംപിന്റെ സ്പോക്സ് പേഴ്സൺ ആണ്, വൈറ്റ് ഹൗസിന്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ. പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഹമാസുമായിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട് സൈഡ് ലൈനിൽ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബന്ദികൾ, ഈ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള ബന്ദികൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അവരെ ഒന്ന് റിലീസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു ചർച്ച. അപ്പൊ ഈ ചർച്ചയിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന 2 കൗണ്ടർ പോയിന്റുകളുണ്ട്. ആ 2 പോയിന്റുകളിൽ ഒന്ന്, അതായത് ഗാസയിൽ നിന്നും നിങ്ങളെ ഭദ്രമായിട്ട് സുരക്ഷിതമായിട്ട് ഹമാസിനെ പുറത്തോട്ട് അയക്കാം, ഈ ഒരു ബന്ദികളെ നിങ്ങൾ വിട്ടു തന്നു കഴിഞ്ഞാൽ, അമേരിക്കൻ ബന്ദികളെ വിട്ടയച്ചു കഴിഞ്ഞാൽ. ഇനി അഥവാ അമേരിക്കൻ ബന്ദികളെ നിങ്ങൾ വിട്ടയക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്രമണം തുടങ്ങാം, ഇസ്രായേലിന്റെ അടുത്ത് പറഞ്ഞിട്ട് അറ്റാക്ക് തുടങ്ങാം. ഇങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ അമേരിക്ക ഇസ്രായേലിനെ ഒരു സൈഡിൽ ഒഴിവാക്കിക്കൊണ്ട് ഹമാസിന്റെ അടുത്ത് സൈഡ് ലൈനിൽ സംസാരിച്ചിട്ട് ഇസ്രായേലിന് ഫേവർ അല്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുമോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ പല ആൾക്കാരും ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയാണ് ഈ 2 പോയിന്റുകൾ ഇതാണ് സംസാരിക്കുന്നത്. ഈ 2 പോയിന്റുകൾ ഗാസയ്ക്കുള്ളിൽ ആക്രമണമില്ലാതെ സമാധാനപരമായിട്ട് ഹമാസിനെ അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള സാഹചര്യം ഒരുക്കാം, നമ്പർ 1. ഇനി അഥവാ നിങ്ങൾ തരുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കും, ബന്ദികളെ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്രമണം അയച്ചു വിടാനുള്ള ആ ഓർഡർ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള നെഗോസിയേഷൻ, ഈ രീതിയിലാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. നെഗോഷിയേഷൻ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നെഗോസിയേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് വാർത്ത വന്നിരിക്കുന്നത്. സൗത്ത് കൊറിയയിൽ ഒരു മണ്ടത്തരം, F-16 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റ് സൗത്ത് കൊറിയയുടെ കയ്യിലുണ്ട്. സൗത്ത് കൊറിയ അതും വെച്ചിട്ട് പരീക്ഷണ പറക്കൽ നടത്തിയ സമയത്ത് ബൈ മിസ്റ്റേക്കൻലി ബോംബ് സിവിലിയൻ ഏരിയയിൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് എന്തുമാത്രം മണ്ടത്തരമാണെന്ന് നോക്കൂ. സിവിലിയൻ ഏരിയയ്ക്ക് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഉള്ള സിവിലിയൻ ഏരിയയിൽ ആ F-16 നിന്ന് ബൈ മിസ്റ്റേക്കൻലി ബോംബ് താഴെ വീണ് പൊട്ടിത്തെറിച്ചു, നല്ല രീതിയിൽ തന്നെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അതായത് MK-82 കാറ്റഗറിയിൽപ്പെട്ട ബോംബാണ്, ഹെവിയാണ് സാധനം. അതിനകത്ത് എന്തെങ്കിലും ലൈഫ് ലോസ് ഉണ്ടോ, ഏതെങ്കിലും സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല. തൽക്കാലം ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇന്നലെ ട്രംപ് ഈജിപ്തിന്റെ പ്ലാൻ നിരുപാധികം തള്ളിക്കളഞ്ഞല്ലോ. ആ തള്ളിക്കളഞ്ഞപ്പം ഇറാന് ഒരു കൺസേൺ, ഇറാൻ ഒരു പേടി. ഇനിയിപ്പോ പറഞ്ഞതുപോലെ ട്രംപ് ഈ ആൾക്കാരെയൊക്കെ പിറക്കി അങ്ങ് വെളിയിൽ കളയുമോ എന്നുള്ള രീതിയിലുള്ള പേടി ഉള്ളത് കൊണ്ട് തെഹ്റാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമില്ല, ട്രംപോ അല്ലെങ്കിൽ ഇസ്രായേലികൾ വിചാരിക്കുന്നത് പോലെ ഗാസയിലെ ജനങ്ങളെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്യാം എന്നുള്ള നിലയിൽ നിങ്ങൾ വിചാരിക്കരുത്. ആ രീതിയിലുള്ള പ്ലാൻ ഒരിക്കലും അറബ് കമ്മ്യൂണിറ്റി അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഒരു ടെലി സീരിയൽ അവിടെ റൺ ചെയ്യുന്നുണ്ട്. MBC എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് ഈ ഒരു സീരിയൽ വരുന്നത്. ഖലീഫയായിട്ട് ഉമ്മയദ്, ഫസ്റ്റ് ഖലീഫ ഓഫ് ഉമ്മയദ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടായ ഒരു ഖലീഫയെ കുറിച്ചാണ് ഈ ഒരു സീരിയൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ചൊല്ലി ഈ സുന്നികളും ഷിയാക്കളും ഇപ്പൊ ഈ തർക്കം തുടങ്ങിയിരിക്കുകയാണ്. ഈ സീരിയൽ ശരിയല്ല എന്നുള്ളതാണ് ഷിയ പക്ഷത്തുള്ള ആൾക്കാർ പറയുന്നത്. സുന്നികള് അതിനോട് കുറച്ച് ഫ്ലെക്സിബിലിറ്റിയാണ്, ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. കാര്യം ഈ ഒരു സീരിയൽ എടുത്തിരിക്കുന്ന ഒരു സ്റ്റോറി ലൈനും അത് എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നുള്ളതും ചരിത്രത്തിനോട് ചെറിയ രീതിയിലുള്ള വിയോജിപ്പുണ്ട് എന്നുള്ള നിലയിലുള്ള തർക്കം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പരിപാടികളൊന്നും ഈ രാജ്യങ്ങളിൽ പാടില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്? അതാണ് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത്. കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു വള്ളി പുള്ളി മാറിക്കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ. ഏതാണ്ട് $100 മില്യൺ മുടക്കി ടുണീസിയയിൽ ചെന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി മൊവായ എന്നാണ് ഇതിന്റെ ഒരു പേര്. മൊവായ എന്ന് പറഞ്ഞാണ് ആ ഒരു വ്യക്തിയുടെയും പേര്. ഈ മൊവായയുടെ പേരും പറഞ്ഞിട്ടാണ് ഇപ്പൊ തർക്കം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 100 മില്യണൊക്കെ മുടക്കുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യം അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാണ്ട് വള്ളി പുള്ളി വ്യത്യാസം, ഒരു കമായോ ഒരു ഡോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ സൗദിക്കുള്ളിൽ തന്നെ പ്രൊട്ടസ്റ്റ് ഉയർന്നു വരാനും ഈ ഒരു സീരിയൽ നിരോധിക്കാനും വരെ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗാസയിൽ എയ്ഡ് ട്രക്കുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസലൈൻഡ് വാട്ടർ, അതായത് ഈ ഇസ്രായേലിന്റെ ടെക്നോളജിയാണ് ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ച് ആൾക്കാർക്ക് ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതി. അത് ഇസ്രായേലിന്റെ പദ്ധതിയാണ്. ഇസ്രായേൽ തന്നെയാണ് ഗാസയ്ക്കുള്ളിൽ ഈ ഒരു ഡീസലൈൻഡ് പ്ലാന്റ് വെച്ചിരിക്കുന്നതും ഈ ഗാസയിലെ ജനങ്ങൾക്ക് ഈ വെള്ളം കൊടുക്കുന്നതും. ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ഇസ്രായേലിനെതിരെ കാണിക്കുന്നത്. അത് വേറെ കാര്യം. അപ്പൊ ആ ഡീസലൈൻഡ് പ്ലാന്റ് ഇസ്രായേൽ ഇന്നോടുകൂടി നിർത്തിയിരിക്കുകയാണ്. അതായത് ഇനി നിങ്ങൾക്ക് ഫുഡും ഇല്ല, ഭക്ഷണവും ഇല്ല, ഇനി കുടിവെള്ളവും ഇല്ല എന്നുള്ളതാണ്.
കാരണം നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ബന്ദികളുണ്ടല്ലോ, അവരെ മാന്യമായിട്ട് വീട്ടിലേക്ക് തിരിച്ചയച്ചിട്ട് പിന്നീട് നിങ്ങൾ നെഗോസിയേഷനിൽ വന്ന് ഇരിക്കും എന്നാണ് പറയുന്നത്. അതിലുപരിയായിട്ട് ഈ ഒക്ടോബർ 7 വന്ന് നിങ്ങൾ പിടിച്ചോണ്ട് പോയ ഈ ബന്ദികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഈ ഒരു യുദ്ധം നടക്കുന്നത് തന്നെ. ഡീമിലിറ്ററൈസ് നിങ്ങൾ ചെയ്യില്ല ഗാസയ്ക്കുള്ളിൽ, നിങ്ങൾ ഇപ്പോഴും ആയുധങ്ങളും പൊക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഭയങ്കരമായ സക്സസറെ പോലെ ഇങ്ങനെ നടക്കും. അപ്പൊ ഇതൊക്കെ ഇസ്രായേൽ നോക്കിക്കൊണ്ടിരിക്കണം എന്നാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കേട്ടോ. അപ്പൊ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വെള്ളമില്ല, ഇപ്പൊ 7 ട്രക്കുകൾ നിർത്തി, ഇനി ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഇനി ഒരാഴ്ചക്കുള്ളിൽ തീരുമായിരിക്കും. അതിലുപരിയായിട്ട് നല്ല കാശുള്ളവന് മാത്രമേ ഇപ്പൊ ഈ ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അവിടെ അകത്ത് ഗാസയ്ക്കുള്ളിൽ. കാര്യം എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ്. ഇപ്പൊ അത് കുടിവെള്ളവും കൂടെ നിർത്തിയിരിക്കുകയാണ്. ഈ ബക്കറ്റിലൊക്കെ വെള്ളം കിലോമീറ്റർ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഗാസയ്ക്കുള്ളിൽ ഇപ്പൊ കാണാൻ കഴിയുന്നത്. അതിലുപരിയായിട്ട് ഭയങ്കര തണുത്ത കാലാവസ്ഥയാണ്. ഈ വിന്ററിൽ നല്ല രീതിയിലുള്ള തണുപ്പ് ഗാസയ്ക്കുള്ളിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇല്ല. ഈ ഒരു ടെന്റിനകത്ത് കിടന്ന് പെടാപ്പാട് പെടുന്ന ജനങ്ങളാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതേ അവസ്ഥയിലാണ്, ഈ ഒരു അവസ്ഥയിലാണ് അതിന്റെ ഉള്ളിൽ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രംപ് പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ഈ ജനങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ മാറ്റി പാർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യമന്റെ റെപ്രസെന്റേറ്റീവ് ഇറാനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവർ തമ്മിൽ എന്ത് സംസാരിക്കാനാണ്? ഈ ഒരു ഡ്രോൺ ഒക്കെ അടിച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അമേരിക്ക അതിന് തിരിച്ചെന്തെങ്കിലുമൊക്കെ റിറ്റാലിയേഷൻ നടത്തുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ച നടത്താനായിരിക്കാം യമന്റെ റെപ്രസെന്റേറ്റീവ് വന്നിട്ട് ഇറാന്റെ ഉള്ളിൽ തകൃതിയായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചർച്ച നടത്തും, എന്നിട്ട് പറയും അവർ ഞങ്ങളുടെ പ്രോക്സി അല്ല, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം എന്ന് ഇറാൻ തന്നെ പറയും. എന്തായാലും അണിയറയിൽ തകൃതിയായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഈ ഒരു റഷ്യ ഇസ്രായേലുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് സിറിയയിൽ പദ്ധതികളൊക്കെ ഒരുക്കുന്നത് ഇറാനെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ റഷ്യയെ അമേരിക്കയാണ് ഇതിനകത്ത് ഇടപെടുത്തി വിട്ടിരിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, റഷ്യ തന്നെ പോയി നെഗോഷിയേറ്റ് ചെയ്യട്ടെ. കാര്യം എന്താണ്? ഇപ്പൊ ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന വെച്ചോ, അമേരിക്ക അഥവാ ഇസ്രായേൽ രണ്ടുപേരും കൂടെ ചേർന്ന് ഇറാന്റെ മേളിൽ ആക്രമണം നടത്തുന്നു വെച്ചോ, ഫോർ എക്സാമ്പിൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഇതിനെ പ്രതിരോധിക്കാനും ഇതിന് സപ്പോർട്ടായിട്ട് ഇറാന് വരാനുള്ളത് ആരാണ്? റഷ്യയാണ് വരാനുള്ളത്. വേറെ ആരെയും പിന്നെ നോക്കേണ്ടതില്ലല്ലോ. അപ്പൊ ഇവിടെ റഷ്യയെ തന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് റഷ്യയെ അമേരിക്ക ഇസ്രായേൽ ചേരിയിൽ കൊണ്ടുവന്നിട്ട് ഇറാനുമായിട്ട് ഒരു നെഗോസിയേഷൻ ടേബിളിൽ കൊണ്ടിരുത്തുകയാണ്. അപ്പൊ റഷ്യ ലീഡ് ചെയ്യുന്നു ഇറാനും അമേരിക്കയുമായിട്ടുള്ള നെഗോസിയേഷൻ. അപ്പൊ എവിടെ വെച്ചെങ്കിലും ഈ ഒരു നെഗോസിയേഷൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ റഷ്യക്ക് ഒരിക്കലും ഇറാന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന് ആ ഒരു അമേരിക്കയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ ഒന്നും നിൽക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ആയുധങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും, വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുമായിരിക്കും. അതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ ഒരു വിഷയത്തിൽ അമേരിക്ക ഇസ്രായേൽ കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റിലാണ് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ജിയോ പൊളിറ്റിക്സ് പോയി എത്തുന്നത് ആ രീതിയിലായിരിക്കും. അതിലുപരിയായിട്ട് ഒരു വാർത്തയോടെ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ മേളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് മിസൈൽ വിട്ടല്ലോ കഴിഞ്ഞ വർഷം. 182 മിസൈലുകൾ എങ്ങാണ്ട് വിട്ടായിരുന്നു. ഈ മിസൈൽ വിടാൻ വേണ്ടിയിട്ട് ഈ മിസൈൽ അവിടെ നിന്ന് വിന്യസിക്കാൻ വേണ്ടിയിട്ട് റഷ്യയിൽ നിന്നും ടെക്നോളജിസ്റ്റ് ഇറാനിൽ പോയതായിട്ടാണ് വാർത്ത വരുന്നത്. അതായത് അവർക്ക് മിസൈൽ വിടാനുള്ള കപ്പാസിറ്റി പോലും അതിനെക്കുറിച്ചുള്ള ഒരു കോൺഫിഡന്റ് നോളജ് ഉള്ള ആൾക്കാർ പോലും ഇറാന്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ IRGC എന്നൊക്കെ പേരിട്ട് വലിയ വലുപ്പത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഈ ഗവൺമെന്റിന്റെ പൈസ മേടിച്ചമാര് തിന്നു മുടിഞ്ഞ് നടക്കുന്നതല്ലാണ്ട് ഒരു രീതിയിലുള്ള ഗവൺമെന്റിന് ഗുണമുള്ള ഒരു ടെക്നോളജി ഇൻവെൻഷനോ ഒരു രീതിയിലുള്ള പ്രൊഡക്ഷൻസും ഇതുവരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൊടുത്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 182 മിസൈലുകൾ വിട്ടിട്ടും ഇസ്രായേൽ അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ. ഇതേ 182 മിസൈൽ ഇസ്രായേൽ അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇറാൻ ഏത് രീതിയിലായേന്? ഇതാണ് ചിന്തിക്കേണ്ടത്. ഇതാണ് ഈ ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ എക്സിസ്റ്റൻസ്, ആ രാജ്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെ സക്സസ്. അല്ലാതെ ഇസ്രായേൽ ഇറാനുമായിട്ട് ജയിച്ചോ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിനെ ഇല്ലാതാക്കിയോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ മണ്ടത്തരം ചോദ്യങ്ങളാണ് അതൊക്കെ. ഇസ്രായേൽ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഇത്രയും ആൾക്കാർ എതിർത്തിട്ടും, അത് തന്നെയാണ് ഇസ്രായേലിന്റെ സക്സസ്. അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. എത്ര സൈഡിൽ നിന്നുള്ള ആക്രമണങ്ങൾ, ഹൂത്തികൾ നടത്തിയ ആക്രമണം, ഹിസ്ബുള്ള നടത്തിയ ആക്രമണം, ഹമാസ് തുരിതര ആക്രമണം, ഇറാന്റെ സൈഡിൽ നിന്ന് മിസൈല്, സിറിയയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഇസ്ലാമിക് റെസിസ്റ്റന്റിന്റെ ഭാഗത്ത് നിന്ന് ഇറാഖിന്റെ സൈഡിൽ നിന്ന് ആക്രമണം, എത്ര ആക്രമണങ്ങൾ. എന്നാലും ഇസ്രായേൽ അവിടെ തന്നെ ഉണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴല്ല, പണ്ട് തൊട്ടേ ഉണ്ട് അവിടെ. സിറിയക്കുള്ളില് ആന്റി ജൊലാനി പ്രൊട്ടസ്റ്റ്, അത് ഇപ്പൊ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താവില്ലേ അൽസാറ എന്നൊക്കെ വിളിക്കുന്ന ജൊലാനി, അയാൾക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റ്. ഹെൽത്ത് വർക്കേഴ്സ് ആണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഡിസ്ക്രിമിനേഷൻ. അതായത് ഈ പണ്ടത്തെ അസാദ് റജീമിന്റെ സമയത്തൊക്കെ ജോലി കിട്ടി അതിനകത്ത് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ കുറച്ചുണ്ട് അവിടെ. അപ്പൊ ഇവര് അവിടെ കയറിയിട്ട് ഡിസ്ക്രിമിനേഷൻ, ഈ പുതിയ സർക്കാരിന്റെ റെപ്രസെന്റേറ്റീവ്സിനൊക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വന്നിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നതായിട്ടുള്ള പരാതികളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിസ്ക്രിമിനേഷൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇപ്പൊ അത് ആ ജോലിക്കാർ ഹെൽത്ത് വർക്കേഴ്സ് റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് പ്രൊട്ടസ്റ്റുമായിട്ട്. തീവ്രവാദം നടത്തി യുദ്ധം നയിച്ച് ഒരു ഭരണം അങ്ങ് പിടിക്കാം, അത് വളരെ എളുപ്പമാണ്. പക്ഷെ ഭരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല.
പല രീതിയിലുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ എൻകൗണ്ടർ ചെയ്ത് ഷൂട്ട് ഔട്ട് ചെയ്ത് ട്രബിൾ ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന്റെ പേരാണ് ഭരണം എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു തീവ്രവാദിയെ കൊണ്ട് സാധിക്കില്ല. അല്ലാതെ നമ്മൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പല രാജ്യങ്ങളൊക്കെ കയറി ഇറങ്ങി നമ്മൾ ഭയങ്കര സ്റ്റേറ്റ് വിസിറ്റ് ഒക്കെ നടത്താം, അതിനൊക്കെ നല്ല ഒരു കുഴപ്പമില്ല. പക്ഷെ ഭരിക്കാൻ നല്ല വിവരമുള്ള, ഭരിക്കാൻ അറിയാവുന്ന ആൾക്കാരെയും കൂടെ അവിടെ കൊണ്ടിരുത്തണം, എന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. പക്ഷെ ഇത് പറയുമ്പോഴത്തേക്കും ആസാദ് ഇതിലൊക്കെ കുറച്ചുകൂടെ അഗ്രഗണ്യനാണ്. അതുകൊണ്ടാണ് അച്ഛനും മോനും കൂടെ ചേർന്ന് 53 വർഷം ഭരിച്ചത്. ഈ ഒരു ഇമേജ് കണ്ടല്ലോ, ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ മെയ്സ എന്ന് പറഞ്ഞ എയർപോർട്ട്, മിലിറ്ററി എയർപോർട്ടാണ് കേട്ടോ, മിലിറ്ററി ബേസ് എയർപോർട്ട്. ആ എയർപോർട്ട് തലങ്ങ് മിലങ്ങ് ആക്രമിച്ചിട്ടുണ്ട്, തലങ്ങ് മിലങ്ങും. ആ രീതിയിൽ നടത്തിയ ആക്രമണത്തിൽ തകൃതിയായിട്ട് അതിന്റെ ഉള്ളിൽ നിർത്തി വെച്ചിരുന്ന ഹെലികോപ്റ്റേഴ്സ് ഉൾപ്പെടെ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്സ്, ഫൈറ്റർ എയർക്രാഫ്റ്റ്സ്, ഇതെല്ലാം തന്നെ അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സിറിയയ്ക്ക് മുതൽക്കൂട്ടായിട്ട് അവരുടെ മിലിറ്ററിയിൽ ഉപയോഗപ്പെടുത്താൻ വെച്ചിരുന്ന സാധനങ്ങളാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സിറിയയ്ക്കുള്ളിൽ എന്തെല്ലാം ഗ്രൂപ്പുകളുണ്ട്, ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇസ്രായേലിനെതിരാണ്. ഈ HTS ഉൾപ്പെടെ ഇസ്രായേലിനെതിരാണ്. ഇപ്പൊ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ നടക്കുന്ന ഒരു ആക്രമണം 2-3 ദിവസങ്ങളായിട്ട് ഇപ്പൊ തുടരെ അവരുടെ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗോലാൻ ഹെറ്റ്സ് ബോർഡറിൽ. അപ്പൊ അവർ അൺനോൺ ടെററിസ്റ്റ്, അൺനോൺ തീവ്രവാദികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തീവ്രവാദികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തീവ്രവാദികൾ വേറെ ആരുമല്ല, HTS ആണ്. HTSന്റെ കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു HTS ഇങ്ങനെയാണ്. ആ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് അത്ര വലിയ ഡോമിനേഷൻ ഒന്നും ആ സിറിയക്കുള്ളിൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ 2-3 ടീമുകൾ ചേർന്നാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക. അവിടെ നമ്പേഴ്സ് വ്യക്തമല്ല, പക്ഷേ കുറെ ഹെലികോപ്റ്റേഴ്സ് അതേപോലെ തന്നെ എയർക്രാഫ്റ്റുകളൊക്കെ ഈ ബേസിലുള്ളത് അടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ സിറിയയ്ക്ക് ഉള്ളിൽ തന്നെ ഒരു ആഭ്യന്തര കലാപം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അതിൽ ഈ ഒരു അസാദിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ ഹമാ ഭാഗത്തൊക്കെ താമസിക്കുന്നുണ്ട്. ഈ ഹമാ സിറ്റി എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അവിടെ ഒരു വില്ലേജ് പ്രത്യേകിച്ച് പറയുന്നത് ഹൈലീൻ വില്ലേജ് എന്നാണ്. ഈ ഹൈലീൻ വില്ലേജിന്റെ ഭാഗത്ത് 18 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു HTS തന്നെ, വേറെ ആര്, 18 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. 12-ലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരുക്കുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഈ കലാപം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരെ, ഈ ഒരു അസാദിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് തീർക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെസസ്കിയാൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ മീറ്റിംഗ് എന്തിനാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സഹകരണം വേണം. അതായത് US-ഉമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു സാങ്ഷൻസ്, നമ്മളുടെ എക്കണോമിക് സാങ്ഷൻസ്, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട സാങ്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് രാജ്യത്തിന്റെ എക്കണോമിക് വളർച്ച പുരോഗതിയിലോട്ട് നയിക്കണം എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റ് വെച്ചുകൊണ്ടാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. റഷ്യയുടെ US-ന്റെ ഇൻഫ്ലുവൻസോട് കൂടി റഷ്യയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതായിട്ട് അറിയാൻ പറ്റുന്നത്. അതായത് റഷ്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഘട്ട ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ചർച്ചയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഹൊസ്നി മുഹന്ന എന്ന് പറയുന്നത് ഗാസയിലെ മുനിസിപ്പാലിറ്റിയുടെ സ്പോക്സ് പേഴ്സൺ ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഫുഡിന്റെ ഒക്കെ ഷോർട്ടേജുകൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാര്യം ഈ ഒരു എയ്ഡ് ട്രക്കുകളെ കുറിച്ചുള്ള കൺസേൺ ആണ് പുള്ളി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹമാസ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈ ഹൊസ്നി മുഹന്ന ശരിക്കും പറഞ്ഞാൽ ഹമാസിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. കാരണം മീഡിയയിൽ പറഞ്ഞിട്ട് കാര്യം, ഏത് രീതിയിൽ അന്താരാഷ്ട്ര പ്രഷർ വന്നാൽ തന്നെയും ഇസ്രായേൽ ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടാതെ ഒരു രീതിയിലുള്ള തീരുമാനം എടുക്കത്തില്ല. ഇനിയിപ്പോ ഇസ്രായേൽ ഈ 7 ട്രക്കുകൾ വിട്ടുകൊടുക്കും. എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്? ഇന്ന് നിങ്ങളൊരു 4 പേരെ വിട്ടയക്കൂ, അപ്പൊ ഞാനൊരു 2 ട്രക്ക് വിടാം. ഇതേ രീതിയിലായിരിക്കും നെഗോഷിയേഷൻ നടക്കാൻ പോകുന്നത്, ബാർഗെയിനിങ് നടക്കാൻ പോകുന്നത്. ബാക്ക് ടു ബാക്ക് ബാർഗെയിൻ ചെയ്യാൻ പോവാണ്. ഇതാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ഇന്ന് രാവിലെ ഈജിപ്തിലെ കെയ്റോയിൽ പെട്ടെന്ന് തന്നെ തകൃതിയായിട്ട് അറബ് സബ്മിറ്റ്, കാരണം ഇന്നലെ ഈജിപ്ഷ്യൻ പ്ലാൻ ട്രംപ് റിജക്ട് ചെയ്തല്ലോ. ആ റിജക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി. സൗദി അറേബ്യയും UAEയും പങ്കെടുത്തില്ല. അവർ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളുണ്ട്, ഇതൊരു എമർജൻസി മീറ്റിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ള ഒരു റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അത് സൗദി അറേബ്യയും UAEയും ബുദ്ധിപരമായി ഒഴിവാക്കിയതായിട്ടാണ് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം അവർ അമേരിക്കയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ ഏതായാലും സമഗ്രമായ കുറെ വിവരങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.